الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം നമ്മുടെ മക്കളുടെ സ്കൂളുകളും മദ്രസ സ്ഥാപനങ്ങളും കലാലയങ്ങളുമൊക്കെ പുതിയൊരു അധ്യയന വർഷത്തിനു വേണ്ടി തുറക്കുന്ന ദിവസങ്ങളിലേക്ക് നാം അടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, വ്യക്തിത്വ വികസനത്തിനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ പുരോഗതിക്കും വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്. ധാരാളമായിട്ടുള്ള അറിവുകൾ നേടുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യനായി മാറാനുള്ള മാർഗമായിരിക്കണം നാം അന്വേഷിക്കേണ്ടതും അടുത്ത തലമുറയ്ക്ക് നാം പകർന്നു കൊടുക്കേണ്ടതും. നാം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ രാജ്യത്തിന്റെ
മൊത്തത്തിലുള്ള പൊതുഭരണ ചിലവുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 15% വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തിനാണ് മൊത്തത്തിൽ ഈ ഒരു വരുമാനത്തിന്റെ ചെലവിന്റെ 15% എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ ഉയർച്ചയുടെയും വളർച്ചയുടെയും നാഗരികതയുടെയും ഏറ്റവും അടിത്തറ വിദ്യാഭ്യാസമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അറിവ് നേടുക, ഇൽമ് നേടുക, പഠിക്കുക, ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ നിലനിൽപ്പിനും അത്യാവശ്യമാണ്. അറിവിനെ സംബന്ധിച്ചിടത്തോളം അറിവിനെയും വിജ്ഞാനത്തിനെയും ഇസ്ലാം മതത്തിനോളം നെഞ്ചിലേറ്റിയ മറ്റൊരു മതദർശനം നമുക്ക് വേറൊന്ന് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ തുടക്കകാലത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 96-ാം അധ്യായത്തിലെ 5-ാം വചനങ്ങളുമായി വഹീന്റെ തുടക്കം നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായിട്ടുള്ള 5 വചനങ്ങൾ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റഅ, നീ വായിക്കണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഭ്രൂണത്തിൽ നിന്നാണ്. ഇഖ്റഅ വറബ്ബുക്കൽ അക്രം, നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് നിന്റെ റബ്ബ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അറിയാത്തത് മനുഷ്യനെ പഠിപ്പിച്ചവനാണ് അവന്റെ റബ്ബ് എന്നുള്ളതാണ്. നാം മനസ്സിലാക്കണം, ഏറ്റവും തുടക്കം തന്നെ അറിവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ തുടക്കം, അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ തുടക്കം, അതുപോലെ ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ തുടക്കം, ഇസ്ലാമിന്റെ നാഗരികതയുടെ തുടക്കമെല്ലാം വഹയിലൂടെയാണ്. ആ വഹി അവതരിക്കുന്നതാകട്ടെ അറിവ് പഠിക്കുക, അറിവന്വേഷിക്കുക, ഇൽമ് തേടുക, ഇൽമുള്ളവനായി മാറുക എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് അവൻ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. അവന്റെ നിലനിൽപ്പിനും സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും അറിവുള്ളവരായി മനുഷ്യർ മാറണം എന്നുള്ളത് അത്യാവശ്യ ഘടകമായതുകൊണ്ടാണ് ഇസ്ലാം തുടക്കത്തിലെ വഹി തുടങ്ങുന്നത് തന്നെ അറിവിനെ കുറിച്ച് പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ്. മനുഷ്യവംശത്തിലെ ചരിത്രം പഠിക്കുമ്പോൾ, വിവരിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, മനുഷ്യവംശത്തിന്റെ ചരിത്രം റബ്ബ് സുബ്ഹാനഹു വ തആല വിവരിക്കുക. ഏത് രൂപത്തിലാണ് വിവരിക്കുന്നത്? മനുഷ്യന്റെ ഏറ്റവും വലിയ ഉന്നതിയും ആ മനുഷ്യന്റെ ഔന്നിത്യവും എന്താണെന്ന് റബ്ബ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചരിത്രമാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹ് വിശദീകരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദമിന് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാത്തിനെ കുറിച്ചുള്ള നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. അതായത് റബ്ബ് സൃഷ്ടിച്ചതായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ഇനി റബ്ബ് സൃഷ്ടിക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, മനുഷ്യനറിയാത്തതായ ദൃശ്യവും അദൃശ്യവുമായ എന്തെല്ലാം വസ്തുക്കളുണ്ട്, ഇതെല്ലാം റബ്ബ് നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ ആ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ വസ്തുക്കളുടെയും നാമങ്ങൾ എന്ത് ചെയ്യാണ്? ആദം നബി അലൈഹിസ്സലാമിനെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് റബ്ബ് മലക്കുകളോട് പറയുന്നുണ്ട്, ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത വസ്തുക്കളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹ് പറയുകയാണ് മലക്കുകളോട്, മലക്കുകളെ നിങ്ങൾ ഇതൊന്ന് വായിക്കി, ഇതിന്റെ നാമങ്ങളൊക്കെ ഒന്ന് പറ എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ അള്ളാഹിനോട് പറഞ്ഞത്, റബ്ബേ നീ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന അറിവിന്റെ ഔന്നിത്യത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട്
ആ മനുഷ്യനോടുള്ള ആദരവ് എന്നുള്ള രൂപത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം, നീ ആദമിന് സുജൂദ് ചെയ്യണം. എന്തുകൊണ്ടാണ് മനുഷ്യനാകുന്ന ആദമിന് സുജൂദ് ചെയ്യാൻ പറയുന്നത്? ആ ആദം മനുഷ്യൻ ആർജിച്ചെടുത്തിട്ടുള്ള അവന്റെ ഔന്നത്യത്തിന്റെ ഭാഗമായിട്ടുള്ള അറിവിനോടുള്ള ആദരവ് സൂചകമായി കൊണ്ടാണ് മലക്കുകൾ അവിടെ സുജൂദ് ചെയ്യുന്നത്. മനുഷ്യൻ നേടിയെടുക്കുന്ന അറിവ് എന്ന് പറയുന്നത് അത്രത്തോളം വലുതാ. ആ മനുഷ്യൻ നേടിയെടുക്കുന്ന അറിവിനോടുള്ള ആദരവ് മലക്കുകൾ എന്ത് ചെയ്യാണ്? സുജൂദിലൂടെ പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന സൂറത്തുൽ ബഖറയിൽ. അതുകൊണ്ട് മനുഷ്യൻ അവൻ വല്ലാത്തൊരു അത്ഭുത സൃഷ്ടിയാണ്. 3 രൂപത്തിലുള്ള അറിവുകളാണ്, 3 കാര്യങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ളത്, പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, മുഴുവൻ വസ്തുക്കളുടെയും നാമം ആദമിനെ മനുഷ്യനെ അല്ലാഹ് പഠിപ്പിച്ചു. ഇപ്പോ ഈ കാണുന്നത് ഒരു മിമ്പറാണ്, നമുക്കറിയാം. ആയിരിക്കുന്നത് ഒരു കസേരയാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ മൊബൈലുണ്ട്. ഇതിന് മൊബൈൽ എന്നാണ് പറയുന്നത്, ഫോൺ എന്നാണ് പറയുന്നത്. ഇതാരാണ് നമുക്ക് ഈ നാമങ്ങൾ പഠിപ്പിച്ചു തന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതായ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിന്റെ മുഴുവൻ നാമങ്ങളും റബ്ബാണ് മനുഷ്യനെ പഠിപ്പിച്ചു തന്നത്. ഈ മനുഷ്യൻ പുതുതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഓരോ പേരുകൾ ഇടുമ്പോൾ, ഓരോ കൊടുങ്കാറ്റ് വരുമ്പോൾ ആ കൊടുങ്കാറ്റിന് പുതിയ പേര് മനുഷ്യൻ കണ്ടെത്തുകയാണ്. മനുഷ്യന്റെ ചിന്തയിലേക്ക് ആരാണ് ഈ പേര് കൊണ്ടുപോയി എത്തിക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നമ്മൾ അറിയാത്തതായ, നമ്മൾ ഇനി കണ്ടെത്താത്തതായ, കണ്ടെത്താനിരിക്കുന്നതായ അദൃശ്യവും അദൃശ്യവുമായ പല വസ്തുക്കളുടെയും നാമങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സമയബന്ധിതമായി കൊണ്ട് തന്നെ റബ്ബ് എന്ത് ചെയ്യും? കൃത്യം സന്ദർഭത്തിനനുസരിച്ച് മനുഷ്യർക്ക് അല്ലാഹ് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യന് നൽകിയ ഒന്നാമത്തെ അറിവ് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ദുനിയാവിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിന്റെ മുഴുവൻ പേരും എന്ത് ചെയ്തു? അല്ലാഹ് മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എന്തിനാണ് മനുഷ്യനെ ഈ വസ്തുക്കളുടെ പേര് പഠിപ്പിച്ചു കൊടുത്തത്? ഭൗതികമായിട്ടുള്ള മുഴുവൻ വികാസങ്ങൾക്കും സഹായകമാകുന്ന രൂപത്തിന് വേണ്ടി അല്ലാഹ് മനുഷ്യനെ പേരുകൾ പഠിപ്പിച്ചു. രണ്ടാമതായി മനുഷ്യന് അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താണ്? വഅല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. എഴുത്തും വായനയും പഠിപ്പിച്ചു. അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചു. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് അല്ലാഹ് മനുഷ്യനെ പേന കൊണ്ട് പഠിപ്പിച്ചു, പേന പഠിപ്പിച്ചു എന്ന് പറയാനുള്ള കാരണം എന്താ? അതിന്റെ യുക്തി എന്ന് പറയുന്നത് എഴുത്തും വായനയും മനുഷ്യന് പഠിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ എഴുത്തും വായനയും പഠിപ്പിച്ചത്? നമ്മൾ ആരെങ്കിലും ആ വിഷയം ചിന്തിക്കുന്നുണ്ടോ? കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ നേടുന്ന അറിവുകൾ, ആ അറിവുകളെ രേഖപ്പെടുത്തി വയ്ക്കാനും വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനും സഹായകമാകുന്ന ഒന്നാണ് എഴുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മുൻകാലക്കാരായ മുഴുവൻ ആളുകളും അവർ രേഖപ്പെടുത്തി വച്ച ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് നാം വായിച്ചു മനസ്സിലാക്കി പുതിയ അറിവുകളായിട്ട് നാം നേടിക്കൊണ്ടിരിക്കുന്നത്. അത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് അത് എത്തുക? ആ മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നതോടുകൂടി അതും കാലഹരണപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹി ഓതി കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് റബ്ബ് മനസ്സിൽ സൂക്ഷിപ്പായി വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് അത് ഓതി കൊടുത്തു. സഹാബത്ത് അത് കേട്ടുപഠിച്ചു. പക്ഷേ കാലക്രമേണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാണ്, എഴുതി വെക്കണം. എവിടെയൊക്കെ എഴുതി വെച്ചത്? കല്ലിലും മരത്തടികളിലും പലകകളിലുമായി കൊണ്ട് എന്തൊക്കെ വസ്തുക്കളാണോ എഴുതി വെക്കാൻ സാധിക്കുന്നത്, എവിടെയൊക്കെയാണോ എഴുതി വെക്കാൻ കഴിയുന്നത്, അവിടെയെല്ലാം കൃത്യമായി എഴുതി വെച്ചു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് അതെല്ലാം ഒരു മുസ്ഹഫിന്റെ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? ഒരൊറ്റ ഗ്രന്ഥമായി കൊണ്ട് ക്രോഡീകരിക്കുന്നത്. അതിന്റെ വലിപ്പവും അതിന്റെ വ്യാപ്തിയും ഒന്നും നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു മുസ്ഹഫായിക്കൊണ്ട്, ഒരു ഗ്രന്ഥമായിക്കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുകയും വിവിധ രാജ്യങ്ങളിലേക്ക്, നാടുകളിലേക്ക്, ദിശകളിലേക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. എഴുത്തിനും വായനയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പഠിക്കുന്ന കാര്യങ്ങളെ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. ചിലരെങ്കിലും നമ്മുടെ ഉസ്താദുമാർ, അധ്യാപകർ പറയാറില്ലേ, നിങ്ങൾ പഠിക്കുന്നത് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ എന്തുണ്ടാകണം? ഒരു പോക്കറ്റ് ഡയറി, ഒരു പേപ്പർ പേന ഉണ്ടാകണം. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പോയിന്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. എന്തിനു വേണ്ടിയാണ് രേഖപ്പെടുത്തി വെക്കുന്നത്, എഴുതി വെക്കുന്നത്? പിന്നീട് ഒരു സമയത്ത് ആ നോട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സുകളിലേക്ക് അത് ആഴത്തിൽ ഇറങ്ങുന്ന രൂപത്തിലുള്ള അറിവായി സൂക്ഷിക്കാൻ പറ്റും. എഴുത്തിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത അപാരമായ ഒരു കഴിവാണ് എഴുത്ത് എന്നുള്ളത്, പേന എന്നുള്ളത്. നമ്മളൊന്ന് മനസ്സിലാക്കി, ഈ പേന പിടിക്കാൻ തന്നെ റബ്ബിന്റെ അപാരമായ ഒരു തൗഫീഖ് വേണം നമുക്ക് പേന പിടിക്കാൻ. ഒരാൾ വിചാരിക്കാണ് എനിക്കൊരു വലിയൊരു എഴുത്തുകാരനാകണം, ഒരു കഥ എഴുതണം, ഒരു കവിത എഴുതണം. പേനയും പേപ്പറുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കവിത നമ്മുടെ മനസ്സിലൂടെ വരില്ല, പേനയെ കൂടെ ഓട്ടോമാറ്റിക്കായി എഴുതാൻ പറ്റില്ല. നമ്മൾ എന്തെഴുതാനിരുന്നാലും എന്ത് ആശയമാണ് ഉദ്ദേശിക്കുന്നത് ആ ആശയം നമ്മുടെ മനസ്സുകളിലേക്ക് വരണം, തലച്ചോറിലേക്ക് വരണം. അതിന് ചിന്തിക്കാനുള്ള കഴിവുണ്ടാകണം. ആരാണ് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തരുന്നത്? അല്ലാഹയല്ലാതെ. സ്വന്തം കഴിവ് കൊണ്ട് രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മനുഷ്യന്മാർ ഈ ദുനിയാവിലുണ്ടോ? ഒരിക്കലുമില്ല. ആ റബ്ബ് നമ്മുടെ മനസ്സുകളിലേക്ക് തോന്നിപ്പിക്കുന്ന റബ്ബിന്റെ അപാരമായ ആ കഴിവ്, നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹം തലച്ചോറിലൂടെ വന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തി അത് എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കി, നമ്മുടെ ഈ ചൂണ്ടുവിരലിന്റെ തുമ്പത്ത് കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ചെറിയൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിടിച്ച് എഴുതാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പേനയും പേപ്പറും മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, മറിച്ച് അത് എഴുതാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒത്തുവന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പേപ്പറിലേക്ക് പകർത്താൻ പറ്റൂ. ആരാ നമുക്ക് ആ കഴിവ് തരുന്നത്? അല്ലാഹയല്ലാതെ. അതുകൊണ്ട് അല്ലാഹ് മനുഷ്യന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ അറിവാണ് അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചു, എഴുത്തും വായനയും പഠിപ്പിച്ചു. മൂന്നാമതായി മനുഷ്യന് അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് അല്ലമഹുൽ ബയാൻ, അവൻ മനുഷ്യനെ വ്യക്തമായി സംസാരിക്കാൻ പഠിപ്പിച്ചു, ആശയവിനിമയം നടത്താൻ പഠിപ്പിച്ചു. നമ്മള് ഓരോ വസ്തുക്കളെയും കുറിച്ച് മനസ്സിലാക്കി അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആശയവിനിമയം നമ്മൾ നടത്തണം, സംസാരിക്കണം. ആ സംസാരിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. സംസാരിക്കാനുള്ള കഴിവ് നൽകിയതും അല്ലാഹ് മാത്രമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് അവൻ നേടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തേത് തിരിച്ചറിയുക എന്നതാണ്. ഓരോ വസ്തുക്കളെയും ഓരോ കാര്യങ്ങളെയും പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെയും കൃത്യമായി തിരിച്ചറിയുന്നവനാകണം മനുഷ്യൻ. തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം. രണ്ടാമത്തേത് രേഖപ്പെടുത്തി വെക്കാനുള്ള കഴിവുണ്ടാകണം അവനിക്ക്. മൂന്നാമത്തേതായി അത് എത്തിച്ചു കൊടുക്കാൻ, പകർന്നു നൽകാനുള്ള കഴിവുണ്ടാകണം. ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലാക്കുക, തിരിച്ചറിയുക, രേഖപ്പെടുത്തി വെക്കുക, പകർന്നു നൽകുക. ഇത് മൂന്നും ഒരാളിൽ സംഗമിക്കുമ്പോൾ അവൻ അറിവുള്ളവനായി മാറും, അല്ലെങ്കിൽ അറിവ് അന്വേഷിക്കുന്നവനായി മാറും. റബ്ബാണ് നമുക്ക് അറിവ് നൽകുന്നത്. അതുകൊണ്ട് അറിവിനെ കുറിച്ച് പരിശ്രമിക്കാൻ, അത് അറിവ് നേടാൻ ധാരാളമായി പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാകണം. സഹോദരങ്ങളെ, ഒരുപാട് അറിവുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മനുഷ്യന് ഉപകാരമുള്ളതുണ്ട്, ഉപകാരമില്ലാത്തതുണ്ട്. നമ്മൾ തേടുന്ന അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന, നമ്മൾ പഠിക്കുന്ന അറിവുകളിൽ ജഹാലത്തിന്റെ മാർഗത്തിലേക്ക്, അവ്യക്തതയുടെ മാർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരറിവിന്റെയും പിന്നാലെ നമ്മൾ പോകരുത്. നമുക്ക് എന്ത് ഉപകാരമുണ്ടോ, ദുനിയാവിന്റെ വിഷയത്തിലാകട്ടെ ആഖിറത്തിന്റെ വിഷയത്തിലാകട്ടെ, ഉപകാരമുള്ള അറിവുകൾ മാത്രം അന്വേഷിക്കുകയും ആ അറിവ് അന്വേഷിക്കുന്ന വിഷയത്തിൽ കൂടുതലായി പരിശ്രമിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ ജഹാലത്തിന്റെ, അറിവില്ലായ്മയുടെ, അവ്യക്തതയുടെ പിന്നാലെ പോയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നാശത്തിലേക്ക് നമ്മുടെ നഫ്സിനെ കൊണ്ടുപോയി എത്തിക്കരുത് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്, ഉമ്മയുടെ വയറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ലാ തഅലമൂന ശൈആ, ഒന്നിനെക്കുറിച്ചും കൃത്യമായി അറിയാത്ത രൂപത്തിലാണ്. നിങ്ങൾക്കാകെ വാ പൊളിച്ച് കരയാൻ മാത്രമേ മനുഷ്യരാകുന്ന നമുക്കറിയുമായിരുന്നുള്ളൂ. മറ്റെന്തെങ്കിലും ഒരു കാര്യം നമുക്കറിയുമായിരുന്നോ? എന്നിട്ടോ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും ഹൃദയങ്ങളും കൃത്യമായി നൽകുകയും ലഅല്ലക്കും തഷ്കുറൂൻ, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് മുഴുവനും അല്ലാഹ് നിങ്ങൾക്ക് നൽകിയത് എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, അല്ലാഹ് നമുക്ക് നൽകിയ നമ്മുടെ കണ്ണുപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ.
അള്ള നമുക്ക് നൽകിയ കണ്ണുപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ അറിവുകളെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ? അള്ള നമുക്ക് നൽകിയ നമ്മുടെ കേൾവി ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്? അള്ള നമുക്ക് നൽകിയ നമ്മുടെ ഹൃദയം ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തെല്ലാം മനുഷ്യർ നടത്തുന്നുണ്ട്? എന്നിട്ട് എപ്പോഴെങ്കിലും ഇതെല്ലാം തന്ന അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിനോട് നന്ദിയുള്ളവനായ ഒരു അടിമയായി മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ള പറയാണ്, ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് അള്ള നൽകിയത് നന്ദിയുള്ളവരാകാൻ വേണ്ടിയാ. എവിടെയാണ് നമ്മുടെ ശുക്ർ? നാം ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അറിവന്വേഷിക്കുമ്പോൾ അറിവിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് അന്വേഷിക്കാനുള്ള കഴിവ് തന്ന, പഠിക്കാനുള്ള കഴിവ് തന്ന, പഠിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള കഴിവ് തന്ന അള്ളാഹിനോട് അങ്ങേയറ്റം നന്ദി കാണിക്കണം. അള്ള തന്നതല്ലാത്തൊരു കഴിവും നമുക്കില്ല. ഒരു രീതിയിലും അഹങ്കരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് ഞാൻ എന്റെ സ്വയം കഴിവുപയോഗിച്ചുകൊണ്ട് ആർജിച്ചെടുത്തതാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഹങ്കരിക്കാൻ നമുക്ക് പറ്റുമോ? അൽഹാക്കുമുത്തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. അഹങ്കരിച്ചവരായ ആളുകൾ മുമ്പേ കടന്നു പോയിട്ടുണ്ട്. ഇവരുടെയൊക്കെ പതനം എന്ന് പറയുന്നത് മരണത്തോടു കൂടി തീർന്നു. അതിനുശേഷം അവർക്ക് യാതൊരു വിജയവും അവരുടെ അഹങ്കാരം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സമൂഹത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, AD 9-ാം നൂറ്റാണ്ടുകളിലൊക്കെ, AD 800-കളിലൊക്കെ ആദ്യമായി കൊണ്ടൊരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിക ചരിത്രത്തിലാണ്, അബ്ബാസിയ കാലഘട്ടത്തിലാണ്. വിശദീകരിക്കാൻ സമയമില്ല, പക്ഷേ അത് കൃത്യമായി നമുക്കതിന്റെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ആ ചരിത്രം, വിദ്യാഭ്യാസ ചരിത്രങ്ങൾ നമ്മളൊന്ന് പഠിച്ചു നോക്കണം. ഇസ്ലാം ആദ്യമായി സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ചരിത്രം പഠിക്കുമ്പോഴാണ് അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബദർ യുദ്ധത്തിന് ശേഷം ശത്രുക്കളിൽ നിന്ന്, ഖുറൈശികളിൽ നിന്ന് ബന്ദികളാക്കി കൊണ്ടുവന്നിട്ടുള്ളവരായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനക്കാരായ 10 കുട്ടികൾക്ക് നിങ്ങളിൽ ഓരോരുത്തരും ഒരാൾ 10 കുട്ടികൾക്ക് എന്ത് ചെയ്യണം? എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് നിങ്ങൾക്കുള്ള മോചനദ്രവ്യം. 10 കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യാം? വെറുതെ വിട്ടേക്കാം എന്ന് പറഞ്ഞു. എന്തിനാണ് ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അങ്ങനെ പറഞ്ഞത്? ജീവിതത്തിൽ ഒരു മനുഷ്യന്റെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് എഴുത്തിനും വായനയ്ക്കും അറിവിനും വലിയ സ്ഥാനം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലുള്ള കൽപ്പനകൾ നൽകിയത്. സഹോദരങ്ങളെ, എല്ലാം പഠിപ്പിച്ചു റബ്ബ് സുബ്ഹാനഹു വ തആല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വഅല്ലംനാഹു സൻഅത ലബൂസിൻ ലക്കും ലിതുഹ്സിനകും മിൻ ബഅസികും ഫഹൽ അൻതും ഷാകിറൂൻ. നിങ്ങൾ നേരിടുന്ന യുദ്ധവിപത്തുകളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിന് പ്രൊട്ടക്ഷൻ, സംരക്ഷണം നൽകുവാൻ വേണ്ടി നിങ്ങൾക്ക് പടയങ്കി ഉണ്ടാക്കാൻ പഠിപ്പിച്ചവനാണ് നിങ്ങളുടെ റബ്ബ്. സുലൈമാൻ നബിയോട് പറയാണ്, ശരീരത്തെ സംരക്ഷിക്കാൻ, ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോ വെട്ടും കുത്തും ഏൽക്കാതെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി പടയങ്കി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? നിങ്ങളുടെ റബ്ബോട് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ഫഹൽ അൻതും ഷാകിറൂൻ, എന്നിട്ട് നിങ്ങൾ നന്ദിയുള്ളവരാണോ എന്ന്. ആ ചോദ്യം നമ്മളോടാ. ഒരുപാട് വിഷയങ്ങൾ അള്ളാഹ് പഠിപ്പിച്ചു തന്നില്ല നമുക്ക്. പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കാനും ചിന്തിക്കാനും സഹായകമാകുന്ന രൂപത്തിൽ എത്രയോ ഗവേഷണങ്ങളാണ് മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അറിവിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ അള്ളാഹ് ചോദിക്കുക, നിങ്ങൾക്ക് എന്തേ നന്ദിയുള്ളവരാകാൻ ഇത്ര മടിയെന്ന്. ഒരുപാട് ജീവിത സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ അള്ളാഹ് തന്ന തൗഫീഖിനെ, അള്ളാഹ് തന്ന കഴിവിനെ, അള്ളാഹ് തന്ന ഇസ്സത്തിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സാന്ദർഭികമായി പറയുകയാണ്, സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തുറന്നു പ്രവർത്തിക്കാൻ പോവുക. തിങ്കളാഴ്ച മുതൽ നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകും. നമ്മുടെ ഭ്രമം കുട്ടികൾ ധരിച്ചു പോകുന്ന പുതിയ യൂണിഫോമിലോ, അവർ തൂക്കിപ്പോകുന്ന പുതിയ ബാഗുകളിലോ, അവരുടെ വർണ്ണങ്ങളുള്ള വ്യത്യസ്തമായ കുടകളിലോ പുസ്തകങ്ങളിലോ ഒന്നുമാകരുത്. മറിച്ച് അവരെ സമൂഹത്തിനും നാടിനും കുടുംബത്തിനും ഉപകാരമുള്ള വിദ്യാഭ്യാസം നേടാൻ മാത്രം പ്രാപ്തരായ മക്കളാക്കി നമ്മുടെ മക്കളെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.
ഇന്നത്തെ കാലഘട്ടം ഓരോ ദിവസങ്ങൾ കടന്നു ചെല്ലുന്തോറും വലിയ മോശത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ പഠിക്കുന്ന കൂട്ടുകാരന്റെ കഴുത്തെറുക്കാൻ മാത്രം മൂർച്ചയുള്ള കടാരകൾ പാഠപുസ്തകത്തോടൊപ്പം ബാഗിൽ തിരികെ നടക്കുന്ന മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് നമ്മുടെ മക്കളും പോകുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു കൂട്ടം മക്കളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളായി മാറിയേക്കാം. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടും ദിശയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. സമൂഹത്തിന് കാവലാകാനും ഈ ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രാപ്തനാകുന്ന ഒരു മോനായി മകളായി നമ്മുടെ മക്കൾ മാറണം. അതിനുതകുന്ന രൂപത്തിലുള്ള കൃത്യമായ തർബിയത്ത് വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. നമ്മുടെ ഇരു കണ്ണുകളും ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ തുറന്നു വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. കൃത്യമായ ദിശാബോധത്തിലേക്ക് നമ്മൾ അവരെ എത്തിക്കണം. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയും 7 വയസ്സുവരെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രായമാണ്. ആ 7 വയസ്സുവരെ അവരെ വെറുതെ വിടണം. അവരെ ആനന്ദിക്കട്ടെ, സന്തോഷിക്കട്ടെ, ഉല്ലസിക്കട്ടെ. 7 മുതൽ 14 വയസ്സുവരെ ആ മക്കളുടെ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ നമുക്കുണ്ടാകണം. ആ സമയത്ത് 7 മുതൽ 14 വയസ്സുവരെയുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് ഏറ്റവും നല്ല അദബ് മര്യാദകൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. 7 മുതൽ 14 വയസ്സുവരെ ആ ഉള്ള പ്രായത്തിനിടക്ക് നമ്മുടെ മക്കളെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ മക്കളെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. 18 വയസ്സാകട്ടെ, അവർ സ്വയം ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു ഒരൊറ്റ പോക്കങ്ങ് പോവും. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പിടിവള്ളിയിൽ കൃത്യമായ നേർരേഖയിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അവർക്ക് കൃത്യമായ ദീനീ ചിന്തകൾ നമ്മൾ കൊടുക്കണം. ഇന്ന് നമ്മുടെ മക്കളെ മാതാപിതാക്കൾ ഏകദേശം ഒരു 9 വയസ്സ് 10 വയസ്സ് അതല്ലെങ്കിൽ 12 വയസ്സ് സ്കൂളുകളിലേക്കൊക്കെ 7ഉം 8ഉം ക്ലാസ്സുകളൊക്കെ ആവുമ്പോഴേക്കും സ്കൂളിൽ ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളൊരു ന്യായം, ഒരു മുടന്ത ന്യായം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, മക്കളുടെ മദ്രസ വിദ്യാഭ്യാസമൊക്കെ നിർത്തിക്കളയുന്ന മാതാപിതാക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത്. മക്കൾ എത്ര വളർന്നാലും കൃത്യമായ ദീനീ ചിട്ടകൾ അവർക്ക് നൽകണം. റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം. റബ്ബിനെ കുറിച്ചുള്ള അറിവും ഭയവും ഉണ്ടെങ്കിലാണ് യഥാർത്ഥമായ തഖ്വയിൽ അവരെ നമുക്ക് ദിശാബോധം നൽകി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മതപരമായ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അതിനെല്ലാത്തിനും പുറമെ ശക്തമായ പ്രാർത്ഥന വേണം. അല്ലാഹുവല്ലാതെ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. ശക്തമായി പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നേരായ വഴിയിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല തഖ്വയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെയായിരുന്നു ബലിപ്പെരുന്നാൾ. നമ്മുടെ വീടുകളിലൊക്കെ അത്യാവശ്യം ഉദ്ദേശിക്കുന്നതിനപ്പുറമായിക്കൊണ്ട് ഇറച്ചിയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഭക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തവരാണ് നമ്മൾ. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലാണുള്ളത്. ദുൽഹിജ്ജ 11, 12, 13, ഇന്ന്, നാളെ, മറ്റന്നാൾ. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള ദിവസങ്ങളാണ്. നമുക്ക് ലഭിച്ച മാംസം ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കുക എന്നുള്ളതല്ല. ഈ 3 ദിവസങ്ങളിലേക്കായിട്ട് മാറ്റിവെച്ച് കുറേശ്ശെ മിതമായി കൊണ്ട് ഭക്ഷിച്ച് റബ്ബിനോട് ശുക്ർ കാണിക്കാനുള്ള ദിവസങ്ങളാണിത്. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങൾ. ധാരാളമായിക്കൊണ്ട് ഇബാദത്തുകളിൽ മുഴുകുകയും നമുക്ക് ഈ അനുഗ്രഹം തന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹിനോട് ശുക്ർ കാണിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങൾ. ആ ശുക്രിന്റെ ഒരു ഭാഗമാണ് തക്ബീർ എന്നുള്ളത്. നമ്മളെല്ലാവരും പെരുന്നാളിന്റെ ദിവസം മാത്രം പലപ്പോഴും ചൊല്ലി വരാറുള്ള തക്ബീർ അയ്യാമു തശ്രീഖിന്റെ ദുൽഹിജ്ജ 13ന്റെ അന്ന്, അതായത് മറ്റന്നാള് അസർ വരെ നമ്മൾ എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലണം. അത് പതിവായി ശീലമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭിച്ചതായ മാംസം തൊട്ടടുത്തുള്ള അയൽവാസികളായ അമുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ, കുടുംബങ്ങളുണ്ടെങ്കിൽ അവരിലേക്ക് വിതരണം ചെയ്യാൻ നമ്മൾ ശീലിക്കണം. ആ മാംസം
മോശമായ രൂപത്തിലേക്ക്, അതായത് ലഹരി ഉപയോഗിക്കാൻ, കള്ളു കുടിക്കാൻ, ടച്ചിങ്സ് ആയിട്ട് മാംസം ഉപയോഗിക്കില്ല എന്നുള്ള ഉറപ്പുള്ളവർക്ക്, ഭക്ഷണമായി ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഉളഹിയത്തിന്റെ മാംസം കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ, അവരിലേക്കും ആ ഭക്ഷണത്തിന്റെ ഒരു വിഹിതം എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അയൽക്കാരായ സഹോദരങ്ങൾക്കും കൊടുക്കാൻ നമ്മൾ ശീലിക്കണം. ആ ഒരു മാനവികതയിലേക്ക് ഈദുൽ അദ്ഹയുടെ സന്ദേശം എത്തിക്കാനും നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ആ അനുഗ്രഹങ്ങൾക്ക് അങ്ങേയറ്റം ശുക്റുള്ള ഒരു അടിമയായി മാറാനും റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആശ്വാസവും സമാധാനവും ആരോഗ്യവും നൽകുമാറാകട്ടെ. മാരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാഹു അവർക്ക് പൂർണ്ണമായ എളുപ്പവും ആശ്വാസവും നൽകട്ടെ. വലിയ വലിയ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന രോഗങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കുകളിലും വീടുകളിലുമായി കിടന്ന കിടപ്പിൽ കഴിയേണ്ടി വരുന്ന പ്രയാസകരമായ അവസ്ഥകളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിച്ചും വർഷിപ്പിച്ചും നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രയാസം അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർ, പിഞ്ചുമക്കൾ, അള്ളാഹു അവർക്ക് എത്രയും വേഗം സന്തോഷവും നിർഭയത്വവും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.